നല്ല മഴയാന്ന് മക്കളെ. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര മഴയാന്ന്. കടലാണെങ്കിൽ അതാന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുത്തിട്ട് ഭയങ്കര പ്രക്ഷുബ്ധമായ ഒരു കടലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല കലക്ക വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ഈ പിന്നെ എന്താ പറയുക, കടലിൽ പോകുന്നവരും മറ്റവരൊക്കെ നല്ല രീതിയിൽ സൂക്ഷിക്കുക. നമ്മുടെ ജീവൻ പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കെല്ലാം ഇപ്പം ഭയങ്കരമായിട്ടുള്ള ഇതുണ്ടാകും. ഇത് ഇവിടെയൊക്കെ കരയല്ലേ, ഒന്നെന്താ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ മുങ്ങിച്ചാകാൻ പോകുന്നുണ്ടോ എന്നൊക്കെയുള്ള വിചാരം പലർക്കും ഉണ്ടാകും. പക്ഷേ നിങ്ങൾ അതൊന്നും വിശ്വസിക്കേണ്ട. അങ്ങോട്ടൊക്കെ പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. അപ്പം ഞാൻ ഇതൊന്നുമല്ല പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ചെങ്ങായി കുറച്ച് കാലം മുമ്പ് അവന് കല്യാണം കഴിക്കാൻ പോയിട്ട് എവിടുന്നും പെണ്ണ് കിട്ടുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അങ്ങ് മുടിയില്ല. നമ്മളെ ഭരത് ഗോപിയില്ലേ, അതേപോലെ ഇങ്ങനെ കുറച്ച് മുടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഇവിടെ മുഴുവൻ കഷണ്ടിയാന്ന്. അപ്പോൾ ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനോട് ഞാൻ പറഞ്ഞു, മോനെ ആ മറ്റേ പരിപാടിക്ക് പോകണ്ട. ഇവൻ പറയുന്നേ ആ പരിപാടിക്ക് തന്നെ പോകാം, 25,000 രൂപ ഉണ്ടെങ്കിൽ ഈ തലമുടി വെച്ച് പിടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എടാ അത് പോകണ്ട, പോയി കഴിഞ്ഞാൽ നിൻ്റെ അധോഗതിയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവൻ ഏതായാലും 25,000 രൂപ കൊടുക്കണോ? വിഗിനാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,500 രൂപയ്ക്ക് കിട്ടും. ഏതായാലും ബോംബെയിൽ പോയിട്ട് 2 വിഗ് മേടിച്ചു വന്നു 3,000 രൂപയ്ക്ക്. ആ വിഗും വെച്ചിട്ടാണ് പിന്നെ ഇവൻ കല്യാണത്തിന് പോയത്. കല്യാണത്തിന് പോയപ്പോഴേ അവൾ പറയുകയാണ്, ഞാൻ നിങ്ങളെ ഇതുപോലെയല്ല പ്രതീക്ഷിച്ചത്. അപ്പോൾ ഇവൻ ഞെട്ടിപ്പോയി. എന്താണ് ഈ വിഗ് വെച്ചത് കുഴപ്പമാണോ? നിങ്ങൾ വിഗ് വെച്ചിട്ട് നിൽക്കണ്ട, നിങ്ങൾ വിഗ് വെക്കാതെയാണ് എനിക്ക് നിങ്ങളെ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ ഭാര്യ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെണ്ണ് ഈ വിഗ് എടുത്തിട്ട് അങ്ങ് കളഞ്ഞു. എനിക്കിത് മതി എന്ന് പറഞ്ഞു. ഇതിനി ഒരു ഇതും ചെയ്യണ്ട, ഞാൻ ഈ കഷണ്ടി തലയാണ് ഇഷ്ടപ്പെട്ടത് എന്നാണ് ഈ പെണ്ണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വേറെയൊന്നുമല്ല, 2 ദിവസം മുമ്പ് ഒരാളുടെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ ഇതുപോലെ പിന്നെ കുറച്ച് മുടി ഇവിടെ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾ നേരെ പോയതെന്ന് പറഞ്ഞാൽ കൊച്ചിയിലുള്ള ഏതൊരു ക്ലിനിക്കിലേക്കാണ്. ആ ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് എങ്ങനെയാണ് പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഉണ്ടാവുമല്ലോ, 1,00,000 രൂപയുടെ മുടി വെച്ച് നിങ്ങൾക്കിപ്പോൾ തരുന്നത് 50,000 രൂപയ്ക്ക് എന്നുള്ള പരസ്യം കണ്ടോടെ ഈ പഹയൻ അങ്ങ് കുത്തിയതാണ്. ആ കുത്തിയപ്പോൾ തന്നെ അവിടുന്ന് ഒരു കിളിനാഥം വന്നു. ഹലോ സാർ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടോ? ആ വിളിച്ചിട്ടുണ്ട് മോളെ, വിളിച്ചിട്ടുണ്ട്, എനിക്ക് കുറച്ച് മുടി വേണമായിരുന്നു. ആ അങ്ങനെയാണെങ്കിൽ സാറേ നമുക്കൊരു കാര്യം ചെയ്യും, ഇപ്പോൾ ഒരു 3,500 മുടി ഞങ്ങൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് 54,000 രൂപക്കാണ് സാർ. എല്ലാ പാക്കേജുമാണ് സാർ. AC റൂമുണ്ട് സാർ, ഇവിടെയാണെങ്കിൽ കുളിക്കാനുള്ള സൗകര്യമുണ്ട് സാർ, ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് സാർ എന്നൊരു കിളിനാഥം ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കല. അപ്പം നമ്മളെങ്ങാനും അബദ്ധവശത്തിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയേ, അല്ലെങ്കിൽ പിന്നെ പറയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ നമ്മളങ്ങ് വിളിച്ചുകൊണ്ടേയിരിക്കും. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന സ്നേഹമാണ്. സാറേ ഏട്ടാ മറ്റേ ഇതിനെന്തായി, മുടീൻ്റെ കാര്യം എന്തായി സാറേ ഇപ്പം 40,000 ഓഫറുണ്ട് സാറേ 50,000 ഓഫറുണ്ട് സാറേ ഈ പിന്നെ ഡോക്ടർ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഇനി പിന്നെ കിട്ടൂല സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അങ്ങ് എന്താ പറയുക ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് അടുപ്പിക്കും. അതുപോലെ തന്നെയാണ് ഈ സനൽ എന്ന് പറയുന്നയാളും ഇതിൻ്റെ അകത്ത് പോയി വന്ന് പെട്ടത്. അയാൾ മുടി വെച്ച് കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് തലയിൽ പഴുപ്പ് ബാധിച്ചു. പിന്നീട് എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയ കയറി അയാളുടെ തല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറ് വരെ തിന്നാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. ഏതായാലും അയാൾ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അമൃത ഹോസ്പിറ്റലിൽ എത്തിച്ചു കൊണ്ട് മാത്രം അയാൾ ഇന്ന് രക്ഷപ്പെടുന്നത്. കാരണം അയാൾക്ക് ചികിത്സിക്കാൻ പൈസയുണ്ട്. അതുകൊണ്ടല്ലേ ഈ പൈസയില്ലാതെ അത്താഴപ്പട്ടിണിക്കാരാണെങ്കിൽ അവൻ്റെ തല അവിടെ വെച്ച് തീരും. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പരസ്യങ്ങൾ കണ്ട് വീഴുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, നിങ്ങളുടെ ജീവിതം വെച്ചാണ് കളിക്കുന്നത്. ഇവിടെ പല ഡോക്ടർമാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദ്യാഭ്യാസവും ഇല്ല. അതായത് ഇവനൊക്കെ ആന്ധ്രയിൽ നിന്നും കൽക്കത്തയിൽ നിന്നൊക്കെ വരുന്ന വിദ്യാഭ്യാസമുള്ള ഡോക്ടറാണ്. അവിടുത്തെ വിദ്യാഭ്യാസം ചിലപ്പോൾ നമുക്കറിയാലോ. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ പഠിച്ചിന് ഡോക്ടർ ഇന്ന പേര് കൂട്ടിയിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിടും. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ നമ്മുടെ ഈ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും മൂലക്കുരു മാറ്റിക്കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഡോക്ടർ എന്തോ ഒരു വിശ്വാസം ഉണ്ടാവും, ഡോക്ടർ ഹർഷൻ വിശ്വാസ്, ഡോക്ടർ പിന്നെ റോമി വിശ്വാസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവരുടെ പേര്. അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇവരൊക്കെ എന്ത് ഡിഗ്രിയാണ് ഉള്ളതെന്ന് ആർക്കെങ്കിലും അറിയാം? അതായത് ഈ പറയാൻ പറ്റാത്ത അസുഖങ്ങൾ ഈ ഹിന്ദിക്കാരോട് പറയുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ. അതുകൊണ്ടാണ് ചില ആൾക്കാർ ഇതിങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഹിന്ദിക്കാരുടെ അടുത്തേക്ക് പോകുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞ് ഇവന്മാർക്ക് ഒരു വിദ്യാഭ്യാസവും ഇല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ദൈവമായിട്ടൊരു കാര്യം തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ഉപയോഗിക്കേ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കൂതറകളുടെ പരസ്യവും കേട്ടിട്ട് ഇവിടെയുള്ള ബ്ലോഗർമാരെയൊന്നും നിങ്ങൾ വിശ്വസിക്കണ്ട. ആദിവാസി ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഒരുത്തന്നെ ഇന്നാൾ കുറേ എണ്ണം ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് അതെന്തായി ഇപ്പോൾ എവിടെയും കാണുന്നില്ലല്ലോ. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ആരാണ് പറ്റിക്കുന്നത്? നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബഹുമാനം കൊടുക്കുന്ന, നമ്മളൊക്കെ നല്ല പരിപാടിയാണ് മോനെ. പരിപാടി കണ്ടിട്ട് അവരെല്ലാം നമ്മളെന്ന് പറഞ്ഞാൽ ഉയരങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ 1 മില്യൺ അടിക്കാനുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ചെയ്യുന്നത് എന്താണ്? ബെറ്റ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെയുള്ള ഇങ്ങനെയുള്ള സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുക, മനുഷ്യന്മാരെ എങ്ങനെ നശിപ്പിക്കണം എന്നുള്ള തരത്തിലുള്ള പ്രൊമോഷനാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രജനി അണ്ണനെ തന്നെയാണ്.
ആ അണ്ണനുണ്ടല്ലോ ഇന്ന് വരെ ഒരു പരസ്യത്തിലും പോയിട്ടില്ലല്ലോ. പക്ഷെ നമ്മുടെ ലാലേട്ടനാണെങ്കിലോ മണപ്പുറം ഗോൾഡിൽ സ്വീറ്റിൽ സ്വർണം വെച്ചിട്ട് എന്തിനേ എന്ന് പറഞ്ഞിട്ടില്ല പരസ്യം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മമ്മൂക്കി ഇപ്പം നിർത്തിയിട്ടുണ്ട്. എന്നാ കാരണം എന്നറിയാം, ഒരു പണി മമ്മൂക്കും കിട്ടിയിരുന്നു. അതായത് ഏതൊരു ക്രീം തേച്ചിട്ട് നാളെ തന്നെ വെളുക്കുമെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ കറുത്തുപോയി. അങ്ങനെ അയാൾ പോയിട്ട് കേസ് കൊടുത്തപ്പോൾ മമ്മൂക്ക പൈസ കൊടുക്കേണ്ടി വന്നു. അതോടുകൂടിയിട്ട് മമ്മൂക്ക ഈ ക്രീമിൻ്റെ പരസ്യത്തിൽ ഇപ്പോൾ അഭിനയിക്കുകയില്ല. പക്ഷേ ലാലേട്ടൻ അങ്ങനെയല്ല കേട്ടോ. ലാലേട്ടൻ ഏത് കൂറ പരസ്യത്തിലും അഭിനയിക്കും. അങ്ങേരി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലേ, ഈ സാമ്പ്രാണി ബത്തി മുതൽ എലിവഷം വരെയില്ലേലും മോഹൻലാൽ അഭിനയിക്കും. അയാൾക്ക് പൈസ മാത്രമേ വേണ്ടൂ. പക്ഷേ ഈ രജനീകാന്ത് എന്ന് പറയുന്ന ആൾ അങ്ങനെയല്ല. അപ്പം അങ്ങനെ നമ്മളോട് ഒരു സ്നേഹവും ഇല്ലാത്ത, അതായത് നമ്മുടെ പ്രേക്ഷകരോട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത കുറേ കൂറകളായ വ്ളോഗർമാരുണ്ട്. അവരെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ മുന്നിലേക്ക് നാളെ എത്തുന്നത് ചിലപ്പോൾ നിങ്ങളെ വെളുത്തിട്ട് പാറാം എന്ന് പറയുന്ന ക്രീമൊക്കെ ആയിട്ട് വരും. അതായത് നിങ്ങൾ ഒരിക്കലും വെളുക്കാൻ പോകുന്നില്ല, നിങ്ങളുടെ കുടുംബം വെളുക്കുകയും ചെയ്യും. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു അസുഖം ബാധിച്ച് ആശുപത്രിയിലേക്ക് കിടക്കേണ്ടി വരും. അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് നല്ല രീതിയിലുള്ള പൈസയും പോകും. അങ്ങനെയാണ് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ കുത്തുവാള എടുക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കുറേ പൈസ ഉണ്ടാകും. ആ പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയിട്ട് കിടന്ന് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ഈ സനലിൻ്റെ ഗതിയാണ് വരാൻ പോകുന്നത്. അയാൾ എന്തോ ജീവൻ, അയാളുടെ തല കണ്ടു കഴിഞ്ഞാലേ നമുക്ക് തന്നെ ഒരു അതിശയമായി പോകും. അതായത് ഈ മനുഷ്യൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്ന് പോലും തോന്നിപ്പോകും. അതുകൊണ്ട് ഇതുപോലെ കൂണുപോലെ മുളച്ചു പൊന്തുന്ന, പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ കേരളത്തിലാണ് കേട്ടോ, വേറെ ഒരു സ്ഥലത്തും ഇത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിനിടയ്ക്ക് ഏതോ ഒന്ന് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി പോയതാണ്. വയറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴുത്തങ്ങ് വീർത്തു പോയി ഇതായി പോയി എന്നാണ് പറഞ്ഞത്. അതായത് അത്രത്തോളം ഡേഞ്ചർ സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ഇങ്ങനെ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ നരകയാതന അനുഭവിക്കുന്നുണ്ട്. ഇതുപോലെ ഈ മുടി വെക്കാൻ പോയിട്ടും മൂക്ക് മാറ്റാൻ പോയിട്ടും ചെവി നീണ്ടായിട്ട് ചെവി മാറ്റാൻ പോയിട്ടും എന്തിനധികം പറയുന്നത്, നാളെ ഒരു ബ്ലോഗർ വന്നിട്ട് തല മാറ്റി തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വരെ മലയാളികൾ പോയിട്ട് നിന്നു കൊടുക്കും എന്നുള്ളതാണ്. അതാണ് മലയാളികൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനിടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ ഒരു വീട്ടിൽ ഭയങ്കര കുഴപ്പം. എന്താണെന്ന് കുഴപ്പം, ആ കുട്ടിയാണെങ്കിൽ നാട് വിട്ടു പോവുകയും ചെയ്തു. എന്താ പ്രശ്നം എന്നല്ലേ, ഈ മുടി നേരെയാക്കാൻ വേണ്ടിയിട്ട് 10,000 രൂപ വെച്ചിട്ട് കൊടുത്തിട്ടില്ല പോലും. ആലോചിച്ചോക്കറോ, ഇങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടാവുമോ? അതായത് ഒരു മുടി എന്തോ ഒരു മിഷ്യൻ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് 10,000 രൂപ, അത് ഓഫറാ പോലും 25,000 രൂപ പോലും അതിൻ്റെ ഒറിജിനൽ പ്രൈസ്. അപ്പം ഇങ്ങനെ മനുഷ്യന്മാരെ പറ്റിക്കുന്ന, അല്ലെങ്കിൽ ഇതുപോലെ പറ്റിക്കുന്ന കുറേ ജന്മങ്ങൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഒരു വിവരം എന്ന് പറയുന്ന ഈറ്റങ്ങൾക്കില്ല, ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, ഒരു സ്നേഹവുമില്ല ഇവന്മാർക്ക്. അതായത് മലയാളികൾ തന്നെയാണ്. അതായത് നമ്മളായിട്ട് വളർത്തിവിട്ട ഒരുപാട് ആൾക്കാരാണ് ഇവരൊക്കെ. അല്ലാതെ ഇവരൊന്നെന്ന് പറഞ്ഞാൽ സ്വന്തം നിലയിൽ വന്ന് വളർന്നു വന്നതോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അങ്ങ് ഇതാക്കിയതൊന്നുമല്ല. നമ്മുടെ ചെലവിൽ വന്ന് നമ്മുടെ ഇതിൽ തിന്ന് വളർന്നു വന്ന ടീമുകൾ ഒരു ഇതുമില്ലാതെ നമ്മളെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു വലിയൊരു ഇതാണ് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പോകുന്നതിന് മുന്നേ ഒരു 2 പ്രാവശ്യം നിങ്ങളൊന്ന് ആലോചിക്കുക. എൻ്റെ മക്കളെ, ദൈവമായിട്ട് നമുക്കൊരു രൂപം തന്നിട്ടുണ്ട്. അത് നമ്മളെ അതുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ആൾ മതിയടോ, ആ ഇഷ്ടപ്പെടുന്ന ആൾ മതി. അതായത് ഇവിടെ എന്താ പരസ്യം എന്നറിയാം, ഈ കുഞ്ഞുങ്ങൾ അമ്മച്ചിയോട് പറയും, ഒരു കുഞ്ഞു വന്നിട്ട് അമ്മേ നാളെ എനിക്ക് എൻ്റെ സ്കൂളിൽ അമ്മ വരണേ എന്നേ പറയും. മോളെ വേണ്ട, പപ്പയെ കൂട്ടിക്കോളൂ. പപ്പ വരണ്ട, പപ്പയുടെ തലയിൽ മുടിയില്ല. അപ്പാട് ഈ പപ്പ ഇങ്ങനെ വിഷമിച്ച് വരുന്നു. അപ്പാട് ഭാര്യ പോയിട്ട് എന്തിനാ വിഷമിക്കുന്നത്, നിങ്ങൾ ഈടിയിലെ ഒരു തലമുടി വെച്ച് കൊടുക്കുന്ന സ്ഥലം, അവിടെ പോയിട്ട് തലമുടി വെച്ച് കൊടുക്കൂ, ഇപ്പോൾ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പാട് ഇവനെ കൊണ്ടുപോയിട്ട് അടിയിരുത്തിയിട്ട് പിന്നെ ഈ പരസ്യമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു പെൺകുട്ടി ഇതുപോലെ നാളെ അമ്മ എൻ്റെ സ്കൂളിൽ വരണേ, മോളെ പപ്പയെ കൂട്ടിക്കോളൂ. വേണ്ട, പപ്പയെ കൂട്ടുന്നില്ല, പപ്പയുടെ തലമുടി മുഴുവൻ നരച്ചു പോയതാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഇയാളെ കൊണ്ട് ഡൈ അടിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോഴും നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്കിത് കേൾക്കുമ്പോഴില്ലേ, അയ്യോ നമ്മുടെ മക്കളും ഇങ്ങനെ ചിന്തിക്കുമോ എന്നുള്ള കാര്യങ്ങൾ വരും. അതാണ് ഈ സനലിനൊക്കെ പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഈ മനുഷ്യൻ ഇത്രയും പ്രായത്തിൽ പോയിട്ട് ഇമാതിരി ഇതിൽ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.